ചൈനീസ് സൈബർ ആക്രമണങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തായ്വാനുള്ള അമേരിക്കയുടെ പിന്തുണയാണ് ഇതിന് കാരണമായി പറയുന്നത്. തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് ചൈനയുടെ വാദം. വോൾട്ട് ടൈഫൂൺ എന്ന് പേരിട്ട സൈബർ ആക്രമണം നടത്തിയെന്ന് ചില ചൈനീസ് ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനീവയിൽ നടന്ന ഒരു രഹസ്യ മീറ്റിംഗിൽ ചൈനീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്ക തായ്വാനെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതികരണമാണ് ഈ സൈബർ ആക്രമണങ്ങളെന്നാണ് US ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. സാധാരണയായി ചൈന ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാറില്ല. കുറ്റവാളികളെ കുറ്റം പറയാനോ ആക്രമണങ്ങളെ നിഷേധിക്കാനോ അവർ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ചൈനയുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധം നടക്കുന്നുണ്ട്. അമേരിക്ക 145% നികുതി ചുമത്തിയതിന് മറുപടിയായി ചൈന 125% നികുതി ചുമത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. എന്താണ് വോൾട്ട് ടൈഫൂൺ എന്ന് നോക്കാം. വോൾട്ട് ടൈഫൂൺ എന്നത് ചൈന നടത്തുന്ന ഒരു സൈബർ ആക്രമണമാണ്. സുരക്ഷാ ഗവേഷകരാണ് ഇത് ആദ്യം കണ്ടെത്തിയത്. ഇത് US ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. ഈ സൈബർ ആക്രമണം ചൈനീസ് സൈന്യവുമായി ബന്ധപ്പെട്ടാണ്. ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ കമ്പ്യൂട്ടർ ശൃംഖലകളെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നു. ഈ സൈബർ ആക്രമണങ്ങൾ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകളെയാണ് ലക്ഷ്യമിടുന്നത്. ഇത് ചാരവൃത്തിക്ക് കാരണമാകുമോ എന്ന് ഭയമുണ്ട്. പ്രധാനപ്പെട്ട പല സേവനങ്ങളും തടസ്സപ്പെടുത്താൻ ഈ ആക്രമണങ്ങൾക്ക് കഴിയും. ആശയവിനിമയം, ഊർജം, ഗതാഗതം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 300 ദിവസത്തോളം അമേരിക്കയുടെ വൈദ്യുതി ശൃംഖലയിൽ രഹസ്യമായി കടന്നു കയറാൻ ഈ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സാൾട്ട് ടൈഫൂൺ എന്ന മറ്റൊരു സൈബർ ആക്രമണത്തിലൂടെ ചൈന അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകളെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. വോൾട്ട് ടൈഫൂൺ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാൾട്ട് ടൈഫൂൺ ഒരു സാധാരണ ചാരവൃത്തിയാണെന്നാണ് US കരുതുന്നത്. അമേരിക്കയും മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഇത്തരം ചാരവൃത്തി നടത്താറുണ്ട്. ലളിതമായി പറഞ്ഞാൽ ചൈന അമേരിക്കയുടെ കമ്പ്യൂട്ടർ ശൃംഖലകളിൽ രഹസ്യമായി കടന്നു കയറി വിവരങ്ങൾ ചോർത്തുകയും ആവശ്യമെങ്കിൽ അവയെ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അമേരിക്കയുടെ സുപ്രധാന സേവനങ്ങളെ തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിയും. തായ്വാനോടുള്ള അമേരിക്കയുടെ പിന്തുണയാണ് ഇതിനെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. അതേസമയം US വ്യാപാര നയം മാറ്റിയെഴുതാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നികുതി ചുമത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് താൽക്കാലികമായി നികുതി ഇളവ് നൽകിയത് ഒരു തന്ത്രപരമായ നീക്കം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച ചില ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് നൽകിയിരുന്നു. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 125% നികുതിയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതിയുമാണ് ഈടാക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് താൽക്കാലിക ഇളവ് നൽകിയത്. എന്നാൽ ഇത് ഒരു താൽക്കാലിക നടപടി മാത്രമാണെന്നും ഈ മേഖലയ്ക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപ് പിന്നീട് അറിയിക്കുകയായിരുന്നു. ട്രംപിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം വലിയ തോതിലുള്ള നികുതി വർധനവിന് തയ്യാറെടുക്കുകയാണ് എന്നാണ്. തൽക്കാലത്തേക്ക് ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും അധിക നികുതി ഉണ്ടാകില്ല. എന്നാൽ ഇലക്ട്രോണിക് സെക്ടറിന് പ്രത്യേക നികുതി ഉടൻ തന്നെ നിലവിൽ വരും. ഇത് 125% കുറവാകാനാണ് സാധ്യത. ഇത് കമ്പനികൾക്കും ലോബിയിസ്റ്റുകൾക്കും നികുതി ഇളവിനായി ശ്രമിക്കാനുള്ള ഒരവസരം കൂടിയാണ്.